നമസ്കാരം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ആൻ്റണി വാലുങ്കൽ പിതാവാണ്. കേരളത്തിൽ വരാൻ പോകുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഈ വരാപ്പുഴ അതിരൂപതയും അതോടൊപ്പം ലത്തീൻ സമുദായവും നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പിതാവ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പിതാവെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളം വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. വളരെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് കേരളം നേരിടുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ വരാപ്പുഴ അതിരൂപത നോക്കിക്കാണുന്നതും ഒപ്പം ഏത് തരത്തിലൊരു നിലപാടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായം എടുക്കുന്നത്? വരാപ്പുഴ അതിരൂപത അതിൻ്റെ രാഷ്ട്രീയ നിലപാട് നിർണ്ണയിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിൽ രാഷ്ട്രീയകാര്യ സമിതി എന്ന പേരിൽ ഒരു സമിതിയുണ്ട്. അത് ലത്തീൻ സഭയുടെ KRLCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. ലത്തീൻ സഭയുടെ പൊതു നിലപാട് പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്നുള്ളതാണ്. ഓരോ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ സഭയുടെ ഓരോ ആവശ്യങ്ങളെയും ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പ്രകാരം നോക്കിക്കാണുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് അവർ ഞങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് അനുസരണമാം വിധം നമ്മുടെ ജനങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വോട്ടവകാശം നിർണ്ണയിക്കണമെന്നുള്ളതാണ് ലത്തീൻ സഭയുടെ പൊതുവായിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ സഭയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ലത്തീൻ സഭ സാധാരണക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങളാൽ നിബിഡമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്കറിയാം, വിഴിഞ്ഞം മുതൽ മധ്യകേരളം വരെയുള്ള മുനമ്പം വരെയുള്ള തീരദേശത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന് നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നത് നല്ലതാണ്. തിരുവനന്തപുരം അതിരൂപതയും അതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ പുരോഗമനപരമായ ആ തീരുമാനങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സമൂഹാംഗങ്ങളെ കൂടെ പരിഗണിക്കണം എന്നുള്ള കാര്യമാണ് അവർ വിഴിഞ്ഞം സമരത്തിൽ ആവശ്യപ്പെട്ടത്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഒരു പരിധിവരെ സർക്കാർ അവരെ സഹായിച്ചു. എന്നാൽ ഇനിയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആളുകളുടെ പുനരധിവാസമൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. തുടർന്ന് കൊല്ലത്തേക്ക് വന്നാൽ കരിമണൽ ഖനനത്തോടനുബന്ധമായിട്ട് ഇടവകകൾ ചിതറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ചെല്ലാനത്ത് ഇപ്പോൾ ടെട്രാപോഡ് ഇട്ടതുകൊണ്ട് വളരെയധികം മെച്ചം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വർഷം ഏതാണ്ട് മഴക്കാലം മുഴുവനും അവർ അന്യ വീടുകളിൽ അഭയം തേടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. അതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപതയുടെ തീരദേശ പ്രദേശങ്ങളായ എടവനക്കാടുള്ള ദുരിതം, അതിലും ഏറ്റവും വേദനാജനകമാണ് കോട്ടപ്പുറം രൂപതയുടെ മുനമ്പത്തെ പ്രശ്നം. അടുത്തിടെ പത്രങ്ങളിൽ വായിച്ചതാണ്, മുനമ്പം അത് സർക്കാർ ഭൂമിയാണെന്നും അത് മുനമ്പത്തെ ഇടവക വികാരിയും ജനങ്ങളും ചേർന്ന് കയ്യേറിയതാണെന്നുമുള്ള തെറ്റായ വാർത്തകൾ. അതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടും അതോടൊപ്പം തന്നെ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും പോസിറ്റീവായിട്ട് നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. എന്നാൽ പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതില്ല എന്നും നമ്മൾ സമ്മതിക്കേണ്ടി വരും. നമുക്കറിയാം, മൂലംപിള്ളി പുനരധിവാസം അതിൻ്റെ കുറേ ഭാഗം പൂർത്തീകരിക്കുവാൻ സർക്കാർ സന്നദ്ധമായെങ്കിലും ഇനിയും പരിഹരിക്കപ്പെടാത്ത മേഖലകളുണ്ട്. അവർക്ക് ഓഫർ ചെയ്തിരുന്ന തൊഴിലൊന്നും നൽകിയില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് സർക്കാരുകൾ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ലത്തീൻ സഭയുടെ പൂർണ്ണമായ ആവശ്യങ്ങൾ
സർക്കാർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിലെല്ലാം ഇപ്പോൾ ലത്തീൻ സമുദായം പിന്നോക്കം നിൽക്കുന്നതാണ്, ന്യൂനപക്ഷമാണ്, വളരെ ന്യൂനപക്ഷമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. ഒപ്പം പാവപ്പെട്ട ഒരുപാട് ആളുകളുള്ള, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ പോലെ പാവപ്പെട്ടവർ ഒരുപാട് പേരുള്ളവർ. അത്തരത്തിൽ ഈ ഒരു ഒപ്പം തന്നെ ലത്തീൻ സമുദായത്തിന് ശക്തി കേന്ദ്രമായ നിരവധി മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഈ എറണാകുളം ജില്ലയിൽ ഒരുപാടുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ലത്തീൻ സഭയ്ക്ക് നൽകേണ്ട പ്രാധാന്യം നൽകിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിലെല്ലാം? സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ വരാപ്പുഴ അതിരൂപതയെ വെച്ച് നോക്കുമ്പോഴേക്കും പാർട്ടികൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. പലപ്പോഴും വരാപ്പുഴ അതിരൂപതയുടെ ശക്തി കേന്ദ്രങ്ങളായ വൈപ്പിനിലും അതോടൊപ്പം തന്നെ എറണാകുളത്തുമൊക്കെ അത് പരിഗണിക്കപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി പൊതുവിൽ ജനങ്ങളെയും ഇടവകളെയും ഉദ്ബോധിപ്പിക്കുന്നത് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ ദുരവസ്ഥകളെക്കുറിച്ചും അറിഞ്ഞ് വ്യക്തികൾ തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതു പാർട്ടിയായിരിക്കും നമുക്ക് അനുഗുണമായി മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്താനായിട്ടാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഓരോ വ്യക്തികളുടെയും അവകാശമാണല്ലോ, അത് സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ നമുക്ക് പാർട്ടി വേർതിരിവൊന്നും വ്യക്തമായിട്ടൊന്നും ഇല്ല. എല്ലാവരെയും നമുക്ക് വളരെ സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നതും എല്ലാവരോടും സഹകരിച്ചു പോകാനായിട്ടും നമുക്ക് സന്നദ്ധതയുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടേതായ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു കാര്യം മാത്രമേ മനസ്സിൽ സൂക്ഷിക്കുന്നുള്ളൂ. മുനമ്പം വിഷയം വരുമ്പോൾ പലപ്പോഴും വരാപ്പുഴ അത് കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട ഒരു ഭാഗമാണെങ്കിൽ കൂടി വരാപ്പുഴ അതിരൂപത അതിന് നിരവധി പ്രാവശ്യം അത്രമാത്രം സ്ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് പല സർക്കാരും ആയി ബന്ധപ്പെട്ട് തന്നെ ഇത് ഒന്ന് ഒത്തുതീർപ്പാക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കൊരു ഭൂമി അവർക്ക് അവകാശമായ ഭൂമി അവർക്ക് തന്നെ തിരിച്ചാൻ വരാപ്പുഴ അതിരൂപത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പലപ്പോഴും പല മീറ്റിങ്ങുകളും വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വെച്ച് ഈ കാര്യവുമായി നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ശേഷം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോഴും ഇപ്പോഴും ഈ ഒരു മുനമ്പം ജനതയ്ക്ക് എന്തായിരുന്നു അവസ്ഥ, കരമടയ്ക്കാമെന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇപ്പോഴും തിരികെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ മുനമ്പം ജനതയ്ക്ക് പറയാനുള്ളതും പ്രത്യേകിച്ച് അവിടുത്തെ വികാരിയച്ഛനെല്ലാം പറഞ്ഞു തന്നെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് അത് സർക്കാരിനോട് പറയാനുള്ളത്? ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തിൻ്റെ വിഷയത്തിൽ അത് എന്നേക്കുമായിട്ട് അവർക്ക് നീതി സ്ഥാപിച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് ഇവിടെ സന്ദർശിക്കുവാനായിട്ട് കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ആർച്ച് ബിഷപ്പായാലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി ആയാലും പറയുന്നത്. മുനമ്പത്തിൻ്റെ ഇഷ്യൂ വളരെയധികം ഗൗരവതരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ അധ്വാനത്തിൻ്റെ തുക കൊടുത്ത് ഫാറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ സ്വത്താണത്. എന്നാൽ പല തെറ്റിദ്ധാരണകളുടെയും അറിവില്ലായ്മയുടെയും പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുർസ്ഥിതികൾ വളരെയധികം വേദനാജനകമാണ്. കാരണം അത് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു, മക്കളുടെ വിവാഹത്തെ ബാധിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഒരു വസ്തുവകയുണ്ട് എന്ന് അഭിമാനിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത അവരുടെ അഭിമാനത്തെയാണ് അത് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാലും അവരുടെ മുന്നിൽ വയ്ക്കാനുള്ള ലത്തീൻ സഭയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് മുനമ്പത്തേത് എന്ന് ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട്. പരിഗണിക്കപ്പെടണം, അവർ പ്രത്യേകം ശ്രദ്ധ അതിൽ കൊടുക്കാമെന്നും അവർ പറയുന്നുണ്ട്. കാരണം വരാപ്പുഴ അതിരൂപത ഒരു വലിയൊരു അതിരൂപതയാണ്, രൂപതകളുടെ മാതാവ് എന്നാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ വലിയൊരു ശക്തി കേന്ദ്രമാണ്. ഒപ്പം തൃശ്ശൂർ ജില്ലയിലടക്കം ചാലക്കുടി മണ്ഡലങ്ങളടക്കം ഈ ഒരു വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അത്രമാത്രം വിശ്വാസികളുണ്ട്. അത്തരത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള സംവരണം, അതോടെ തൊഴിൽ സംവരണം, അങ്ങനെ നിരവധി സംവരണ അവകാശങ്ങൾ ലത്തീൻ സമുദായത്തിന് നിലവിലുണ്ട്. പക്ഷെ അത് ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. ഒപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം മാത്രമാണ് സർക്കാർ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് ആരാണ് ഇനി അത് പൂർത്തിയാക്കേണ്ടത് എന്നതും കൂടി ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് വർഷങ്ങളായിട്ട്
നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. എങ്കിലും അവസാന നിമിഷമെങ്കിലും അവരത് പ്രസിദ്ധീകരിക്കാനായിട്ട് മനസ്സായി. അതിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് JB കോശി കമ്മീഷൻ്റേത്. അതിൽ സർക്കാർ 200ഓളം പരിപാടികൾ അതിൽ നടപ്പാക്കി എന്ന് പറയുന്നു, പക്ഷേ വ്യക്തത അതിന് വന്നിട്ടില്ല. എന്നാൽ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ധാരാളം സംവരണം ഈ സമൂഹത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. JB കോശി കമ്മീഷൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അത് പ്രത്യേകമായിട്ട് ഞങ്ങൾ കാൻഡിഡേറ്റ്സിന് മുന്നിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് അവർ ഗൗരവതരമായി എടുക്കണമെന്നും അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മൂലംവിളി ഇഷ്യൂവിനെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിൽപരമായ കാര്യത്തിലായാലും പിന്നോക്കം നിൽക്കുന്ന സമൂഹമായതുകൊണ്ട് സംവരണം ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സഭാ വിശ്വാസികളെ മുൻപോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രദ്ധ സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ട് പിതാവെ, എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാർ ഭരിക്കുന്നു, എങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷം കൂടുതലും സമരരംഗത്ത് ലത്തീൻ സമുദായം ഉണ്ടായിരുന്നു. വിഴിഞ്ഞം, നേരത്തെ പിതാവ് പറഞ്ഞ പോലെ വിഴിഞ്ഞം അത് വർഷത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു വലിയൊരു സമരമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു മുനമ്പം വിഷയത്തിൽ വലിയൊരു സമരം, അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരമായിട്ടുണ്ടായിരുന്നു. ഒപ്പം ചെല്ലാനം വിഷയം അവസാനം റെഡിയെങ്കിലും കണ്ണമാലിയിൽ ഇപ്പോഴും ഈ ഒരു വെള്ളം കയറുന്ന ഒരു പ്രശ്നം കാര്യങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവസാനത്തെ 5 വർഷം ഈ സർക്കാരിനെ വിലയിരുത്തുന്നതും ഒപ്പം പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന ഒരു സർക്കാർ, അത് ആര് തന്നെയായാലും അവരുടെ മുമ്പിൽ നമ്മൾ വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആവശ്യവും കൂടി എന്താണ്? മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടം നമുക്കറിയാം, വെള്ളപ്പൊക്കവും അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ കാലഘട്ടവും ഒക്കെയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം നമ്മുടെ നിരവധിയായ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവായിട്ട് പറയാനായിട്ടുള്ളത്, മുഖ്യമന്ത്രി പല പ്രാവശ്യവും ഞങ്ങളെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് KRLCCയുടെ അധ്യക്ഷനായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ പിതാവുമായിട്ട് നല്ല ബന്ധത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. അതോടൊപ്പം തന്നെ നിയമമന്ത്രി ശ്രീ രാജീവ് നമ്മളോട് നല്ല ബന്ധം, അനുഭാവപൂർവമായ മനോഭാവവുമാണ് കാണിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, സർക്കാരുകൾ പരിശ്രമിക്കുമ്പോഴും മറ്റു പല പ്രഷറും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർക്ക് അവരാഗ്രഹിച്ചാലും പൂർണ്ണമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരോട് നമുക്ക് ക്രിയാത്മകമായിട്ടുള്ളൊരു ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അവരെക്കുറിച്ച് വേറെ അങ്ങനെ വേദനാജനകമായ ഒരവസ്ഥാവിശേഷമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർ ചെയ്ത സേവനങ്ങളെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ ഇനി ആര് തന്നെ വന്നാലും വരാപ്പുഴ അതിരൂപതയാകട്ടെ, ലത്തീൻ സഭയാകട്ടെ, നീതിക്ക് വേണ്ടി മാത്രമേ എപ്പോഴും ശബ്ദം ഉയർത്താറുള്ളൂ. അതും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ്. അത് സമൂഹത്തിൽ വേണ്ടിയിട്ടുള്ളവർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആഹ്വാനങ്ങളാണ് സഭ നൽകുക. അതുകൊണ്ട് തുടർന്നും ആര് തന്നെ പുതിയ ഭരണത്തിൽ കടന്നു വന്നാലും അവർക്ക് ലത്തീൻ സഭയെ മറക്കാതിരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അവരെക്കുറിച്ചുള്ള പ്രത്യേകമായ അഭ്യർത്ഥന. താങ്ക് യു പിതാവ്. ഇത്ര നേരം സമയം ഞങ്ങൾ മാറ്റിവെച്ചതിനും അങ്ങയുടെ പ്രതികരണത്തിനും നന്ദി. താങ്ക് യു.